എല്ലാവർക്കും നമസ്കാരം. ലിബർ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5 ഗ്രാം കഞ്ചാവിന് ഒരു ഫുൾ ബോട്ടിൽ ബ്രാൻഡിയുടെ ലഹരിയില്ലെന്ന് ഏതവനും അറിയാം. ഒരാൾ അരക്കുപ്പി അടിച്ച് നാട്ടിലുണ്ടാക്കുന്ന സാമൂഹ്യ ദ്രോഹം 5 ഗ്രാം കഞ്ചാവ് അടിച്ചാൽ ഉണ്ടാക്കാൻ കഴിയില്ല. 5-6 പേരാണ് 5 ഗ്രാം കഞ്ചാവ് അടിച്ചതെങ്കിൽ ഒരു കാലിച്ചായ കുടിച്ച ഉന്മേഷം പോലും തോന്നില്ല. ഇതൊക്കെ ഏത് കുടിയനും കുടിയില്ലാത്തവനും അറിയാം. അതുപോലെ ഏത് വലിയനും വലിക്കാത്തവനും അറിയാം. എന്നിട്ടും സംഘപരിവാരം ഇതൊക്കെ പറഞ്ഞ് വേടനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു സ്കെച്ചിങ് ഉണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു വിഭാഗം CPM സൈബർ വിങ്ങും വേടൻ്റെ രക്തം കുടിക്കാൻ ഹാജരായിരുന്നു. എന്നാൽ അതിൽ ചിലർ ദളിത് വിരുദ്ധത എന്ന അപകടം മണത്തു. അടിമകളെപ്പോലെ തങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തു വരുന്ന, എന്നാൽ തിരിച്ചൊന്നും കാര്യമായി ഈ ചെയ്തു കൊടുക്കേണ്ടതില്ലാത്ത ഒരു ക്ലാസ്, അവരെ വെറുതെ എന്തിനാണ് വെറുപ്പിക്കുന്നത്? അവർ ഇലക്ഷൻ ത്രാസെടുത്ത് തൂക്കി നോക്കി നേരെ വേടനെ കൂടെ നിർത്തി. പിന്നെ SFIയുടെ പിള്ളേർ, അവർക്കും വോട്ടുണ്ട്. അവരെല്ലാം ഈ വേടൻ്റെ ഫാൻസാണെന്ന് LDF മനസ്സിലാക്കി. എല്ലാ കുറ്റവും അങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ തലയിലിട്ട് വേടനെ LDF അവരുടെ കൂടെ കൂട്ടി. അനന്തരം സർക്കാർ വേടന് നിരവധി വേദികൾ കൊടുത്തു. ഇനിയും ഒരുപാട് വേദികൾ കൊടുക്കും എന്നാണ് പറയുന്നത്. പണത്തിൻ്റെ കാര്യത്തിൽ കുറവില്ലെങ്കിലും ആത്മാഭിമാനത്തിൻ്റെ കാര്യത്തിൽ ലേശം കുറവുണ്ടായിരുന്ന മിസ്റ്റർ വേടൻ ഉടൻ അവരുടെ ഐക്കണായി മാറി. ഇതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ഞങ്ങളുടെയൊക്കെ കാരണവന്മാരും അങ്ങനെ തന്നെയായിരുന്നു. അവരെന്ത് അന്യായം അനുഭവിച്ചാലും തമ്പ്രാൻ്റെ ചാരായവും കള്ളും കിട്ടിയാൽ അത് മറക്കുമായിരുന്നു. അതുപോലെ വേടനും എല്ലാ അന്യായവും വേഗം മറന്നു. ചരിത്രം ഓർമ്മയില്ലാത്തവർക്ക് നോ ആത്മാഭിമാനം. വിത്തൗട്ട് റിമെമ്പറിങ് ഹിസ്റ്ററി ദർ ഈസ് നോ സെൽഫ് എസ്റ്റീം. അത്രയേ ഉള്ളൂ. വേടനെ അറ്റാക്ക് ചെയ്യുന്ന ആളുകളുടെ, സംഘപരിവാരത്തിലെ ആളുകളുടെ ഒരു റേഞ്ച് നമുക്ക് നോക്കാം. IPS ഉള്ള ജേക്കബ് തോമസ് മുതൽ IQ എന്ന സാധനം തൊട്ടു തീണ്ടാത്ത ശശികല ടീച്ചർ വരെയുള്ള ഒരു നീണ്ട നിര. അതിൽ എൻ്റെ ക്ലോസ് ഗഡികൾ നിരവധിയുണ്ട്. അതിലൊരു മാധ്യമപ്രവർത്തകനുണ്ട്, ഒരു എക്സ് മുസ്ലിമുണ്ട്, പഴയ ഗഡികളായ നാസ്തികനായ ദൈവമുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുയായി ഗ്രൂപ്പുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മോദി എന്ന സൂര്യഭഗവാനെ കേന്ദ്രമാക്കിക്കൊണ്ട് വിവിധ ഭ്രമണപഥങ്ങളിൽ വലം വെച്ചുകൊണ്ടിരിക്കുന്ന എണ്ണാൻ കഴിയാത്ത അത്രയ്ക്ക് ഗ്രഹങ്ങളാണ് വേടനെ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രഹങ്ങൾക്ക് വേടൻ്റെ കാര്യത്തിൽ എന്താ ഒരു പ്രത്യേക താല്പര്യം? സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളെയും നമുക്കെടുക്കാം. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ കാര്യങ്ങളിലാണ് താല്പര്യം. ചൊവ്വ എന്ന ഗ്രഹത്തിന് ഹിന്ദുമതത്തിലെ പെൺകുട്ടികളുടെ കല്യാണക്കാര്യത്തിൽ മാത്രമാണ് താല്പര്യം. ശനി എന്ന ഗ്രഹത്തിന് ദുരിതം വർദ്ധിപ്പിക്കുന്നതിലാണ് താല്പര്യം. നീചരാശിയിൽ വ്യാഴമെത്തിയാൽ സന്താന ദുരിതമാണ്, ഉറപ്പാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ താല്പര്യം സന്താന ദുരിതമാണ്. അതുപോലെ മോദി യൂഥത്തിലെ ഗ്രഹങ്ങൾക്കും ഇതുപോലുള്ള കുറേ താല്പര്യങ്ങൾ കാണുമായിരിക്കാം. നമുക്കത് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. മനുഷ്യർ അവരുടെ യഥാർത്ഥ താല്പര്യം നിഗൂഢമായി ഉള്ളിൽ സൂക്ഷിക്കാൻ കഴിവുള്ളവരാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു താല്പര്യം പൊതുസമൂഹത്തിന് മുന്നിൽ പബ്ലിഷ് ചെയ്യാനും അസാമാന്യ കഴിവുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് ഇക്കാര്യത്തിൽ ചില ഊഹങ്ങൾ, ചില കാര്യങ്ങൾ ഊഹിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. എൻ്റെ ഒന്നാമത്തെ ഊഹം, അത് LDFൻ്റെ കീഴ്ത്തട്ട് ബുദ്ധിജീവികൾ പറയുന്ന ഊഹമാണ്. അസൂയ മൂലമാണ് വേടനെ പരിവാരം എതിർക്കുന്നത് എന്നാണ്. അയാളെ കേൾക്കാൻ ചെറുപ്പക്കാർ തടിച്ചു കൂടുന്നതിലുള്ള അസൂയയാണത്രേ. പക്ഷേ എൻ്റെ ഒരു പരിശോധനയിൽ അങ്ങനെ അവർ ഒരു കാരണവും ഞാൻ കാണാനില്ല. കാരണം ജേക്കബ് തോമസ് മുതൽ ശശികല ടീച്ചർ വരെയുള്ളവർ പലരും സ്വന്തമായി ഫാൻസ് ഉള്ളവരാണ്. മോദിയുടെ സൗരയൂഥത്തിന് കീഴ്പ്പെട്ടിട്ടാണെങ്കിലും ഒരു ഗ്രഹം എന്ന നിലയിൽ സ്വന്തമായ ഒരു ഭ്രമണപഥം കണ്ടെത്തിയവരാണവർ. അതുകൊണ്ട് അസൂയ എന്ന ആരോപണം നിലനിൽക്കില്ല. എന്നാൽ രണ്ടാമത്തെ ഒരു ഊഹത്തിലേക്ക് നമുക്ക് പോകാം. വേടൻ നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്തതിനാൽ വേടനെ എതിർക്കുന്നു. അതായത് നിയമത്തിലുള്ള കണിശത. നിരോധിത വസ്തു കൈവശം വെച്ചവൻ, അത് 5 കിലോ ആയാലും 5 ഗ്രാം ആയാലും ശിക്ഷിക്കപ്പെടണം എന്ന കണിശത. പക്ഷെ അങ്ങനെയൊക്കെ ഒരു കൗട്ട സ്വഭാവം ഇവരിൽ ഉണ്ടാകുമോ? പ്രത്യേകിച്ചും നമ്മുടെ പൂർവ്വസൂരികളുടെ സ്വാനുഭൂതിയും കഞ്ചാവും തമ്മിൽ അത്രയധികം കെട്ടുപണഞ്ഞ് കിടക്കുന്ന നിലയ്ക്ക് നമ്മുടെ ആർഷഭാരത പാരമ്പര്യവുമായി ഒരു തരത്തിലുള്ള സംഘർഷവും കഞ്ചാവിനില്ല. അതുകൊണ്ട് അതും ആകാൻ വഴിയില്ല. മൂന്നാമത്തെ ഒരു ഊഹം, വേടൻ്റെ റാപ്പ് സംഗീതം വൈദേശികമായതിനാൽ അവർ എതിർക്കുന്നു. ശരിയാണ്, ഹിപ്പ് ഹോപ്പ് സംഗീതം, റാപ്പ് എന്നൊക്കെ പറയുന്നത് തീരെ ഭാരതീയമല്ല. റാപ്പിന് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ടച്ചാണുള്ളത്.
1970-കളിലാണ് ഇത് ന്യൂയോർക്കിലെ ബ്രോക്സിൽ നിന്നും ഉത്ഭവിച്ചതെന്ന് AI മാഷന്മാർ നമ്മളോട് പറയുന്നു. ഹിപ്പ് ഹോപ്പ് എന്നത് ഒരു സംസ്കാരമാണ്. നീഗ്രോകളെ പോലുള്ള അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്നാണ് ഇത് ഉയർന്നു വന്നത്. ഇഷ്ടപ്പെട്ട വരികളൊക്കെ ഇതിൽ കുത്തിക്കയറ്റാം. അതാണ് ഈ സംഗീതത്തിൻ്റെ ഒരു സൗകര്യം. എന്നിട്ടത് താളാത്മകമായി പാടും. ഇതിനെയാണ് നമ്മൾ ഈ റാപ്പ് എന്ന് പറയുന്നത്. റാപ്പ് ചെയ്യുന്നവൻ റാപ്പർ. ഈ കൾച്ചറിൻ്റെ മറ്റൊരു രീതിയാണ് DJ-മാർ സംഗീത പാർട്ടികളിൽ കാണിക്കാറുള്ളത്. പല ബട്ടണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചു വലിച്ച് പുതിയ ശബ്ദം ഉണ്ടാക്കുകയാണവർ. ഈ കൾച്ചറിൻ്റെ തന്നെ മറ്റൊരു ശാഖയാണ് ബ്രേക്ക് ഡാൻസ്. മറ്റൊരു ശാഖ തെരുവിലെ വരകളാണ്. തെരുവര വർണ്ണാഭമായ ചിത്രങ്ങളും മറ്റും വരച്ച് പൊളിറ്റിക്കൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു തരം വരയാണത്. ലോകത്ത് പലയിടത്തുമുള്ള അടിച്ചമർത്തപ്പെട്ടവരായ ജനവിഭാഗങ്ങൾ റാപ്പിനെ അവരുടെ സംഗീതമായി സ്വീകരിച്ചിരിക്കുന്നു. US-ലെ ആഫ്രിക്കൻ അമേരിക്കക്കാർ അനുഭവിക്കുന്ന വിവേചനം അതിനേക്കാൾ കൂടുതലായി വേടൻ ജനിച്ച കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ അനുഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായും അവർക്ക് ഏറ്റെടുക്കാവുന്ന ഒന്നാണ് റാപ്പ്. വേടൻ അത് ഏറ്റെടുത്തു, പുള്ളി അതിൽ സക്സസ് ആയി. അത് ഇന്ത്യയുടെ സംഗീത പാരമ്പര്യവുമായി ഒത്തുപോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശശികല ടീച്ചറെ പോലുള്ളവർ തന്നെ മറുപടി പറയണം. ടീച്ചർ എന്താ പറയുന്നത്? വേടൻ്റെ ജാതിക്കൊരു പാരമ്പര്യമുണ്ടെന്നാണ്. ഗോത്ര സംസ്കൃതിയുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ റാപ്പ് പെടില്ല. ടീച്ചർ മാത്രമല്ല, സംഘപരിവാരം മുഴുവൻ ഈ ഒരു ചിന്താഗതിയാണ് വെച്ച് പുലർത്തുന്നത്. അതിനാൽ ഒരു പക്ഷേ പ്രധാന വേടവിരോധത്തിൻ്റെ കാരണം തന്നെ ഒരു പക്ഷേ ഇതായിരിക്കാം. നാലാമത്തെ ഊഹം അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ഊഹത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു അനുബന്ധമായി കണ്ടെത്താവുന്നതാണ്. സംഘപരിവാരത്തിൻ്റെ ചിന്താരീതിയുടെ പ്രശ്നമാണോ വേടവിരോധത്തിൻ്റെ കാരണം? എന്താണ് ഈ പരിവാരത്തിൻ്റെ ചിന്താഗതിയുടെ അടിസ്ഥാനം? ആർഷഭാരത പാരമ്പര്യത്തിലും ആര്യാവർത്ത പിതൃഭൂമി സങ്കല്പത്തിലും ബേസ് ചെയ്ത് നിൽക്കുന്നതിനാൽ സംഘപരിവാരത്തിൻ്റെ മൊത്തത്തിലുള്ള ഈ പറഞ്ഞ ചിന്താരീതി രൂപപ്പെട്ടിരിക്കുന്നത് പണ്ടിവിടെ ആധിപത്യം പുലർത്തിയിരുന്ന സ്മൃതികളുടെയും ആചാരങ്ങളുടെയും അതിനെയൊക്കെ ആസ്പദമാക്കിയാണ്. ആ ചിന്താരീതിയുടെ രത്നച്ചുരുക്കം കേൾക്കുമ്പോൾ ഭയങ്കരമാണെങ്കിലും ചുരുക്കം നമുക്ക് 3 സിമ്പിൾ വാചകങ്ങൾ കൊണ്ട് സൂചിപ്പിക്കാം. 1, ചെത്തുകാരൻ ചെത്തിയാൽ മതി. പൂലയൻ കൂലിപ്പണിയെടുത്താൽ മതി. സ്ത്രീകൾ വല്ലവൻ്റെ വീട്ടിലും അടുക്കളപ്പണിക്ക് പോയാൽ മതി. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കാൻ വരുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം അത്രയ്ക്കധികം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മാറിപ്പോയിട്ടുണ്ട്, പുരോഗമിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും ആ ഒരു മാറ്റം മനോഘടനയിൽ ഉണ്ടായില്ലല്ലോ. അങ്ങനെ മാറ്റം മനോഘടനയില്ലാതെ ഇന്നും പഴഞ്ചന്മാരായി, മനസ്സിൽ പഴഞ്ചന്മാരായി ജീവിക്കുന്നവരാണ് സംഘപരിവാർ അനുഭാവികളായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ അവർ കോട്ടും സൂട്ടും ബെൻസും വിമാനവുമായി അല്ലെങ്കിൽ വിമാനത്തിലൊക്കെ ആയി മക്രോണിനേക്കാൾ പരിഷ്കൃതരായാണ് ഇവർ ജീവിക്കുന്നത് നമ്മൾ കാണുക. പക്ഷേ തലച്ചോറിൽ മുഴുവൻ ഭൂതകാലത്തിൻ്റെ ചെളിയാണ്, ചാണകം പോലുമല്ല. ആധുനിക കാലത്തോട് ഇവർ സംവദിക്കുന്നത് വല്ലാതെ കഷ്ടപ്പെട്ട് കൺട്രോൾ ചെയ്തിട്ടാണ്. കൺട്രോൾ പോയാൽ കൂതറയാകും. MP ആയി, MLA ആയി, മന്ത്രിയായി എന്ന് വെച്ച് എല്ലാവർക്കും എപ്പോഴും കൺട്രോളിൽ പോകാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും കൺട്രോൾ തെറ്റാം. സുരാജ് വെഞ്ഞാറമ്മൂട് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഉള്ളിലെ ഫ്രോഡുകൾ എപ്പോൾ വേണമെങ്കിലും പുറത്തു വരാം. ഉള്ളിലെ ഫ്രോഡുകൾ ട്രിഗർ ചെയ്യപ്പെടുന്നത് പുറത്തെ കാഴ്ചകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു ദളിതൻ ഒരു ശൂദ്രനേക്കാൾ ഷൈൻ ചെയ്യുന്നത് കണ്ടാൽ അതൊരു ട്രിഗറായിരിക്കും. പരമ്പരാഗതമായി സവർണർ ചെയ്തു വരുന്ന കഴകം പോലുള്ള ജോലികൾ ഒരു ദളിതനോ ഈഴവനോ ലഭിച്ചാൽ അത് മറ്റൊരു ട്രിഗറാണ്. ഇതുപോലെ ഒരുപാട് ട്രിഗറാവസ്ഥകളുണ്ട്. ഇതേതെങ്കിലും ഒരു ടീച്ചർക്ക് മാത്രം വരുന്ന ഒരു ബലഹീനതയായി നമ്മൾ കാണാൻ പാടില്ല. ഇത് ഏത് ഉന്നത പൊസിഷനിലിരിക്കുന്ന സംഘപരിവാരകാരനും ഈ കൂതറാവസ്ഥയിലെത്താം. നിങ്ങൾക്കിത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടോ? പൊടുന്നനെ നമ്മളൊരു പരിപാടി സംഘടിപ്പിച്ച് സീനിയറായ ഒരു പരിവാര മന്ത്രിയെ പ്രസംഗിക്കാൻ വിളിക്കുക. ഉദാഹരണമായി ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥയെ ആദരിക്കുന്ന ചടങ്ങ്. ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും മിലിറ്ററിയിലേക്ക് എത്തി പിന്നീട് അവിടെ ഉയർന്ന പൊസിഷനിലെത്തിയ ഒരു ഉദ്യോഗസ്ഥ. ബഹുമാന്യയായ ആ സ്ത്രീ രാജ്യത്തിനു വേണ്ടി അഭിമാനാർഹമായ യുദ്ധം ചെയ്തു വന്നിരിക്കുകയാണ്. നമ്മുടെ മന്ത്രിക്ക് ആ ചടങ്ങിൽ പ്രസംഗിക്കാനുള്ളത് ഒരു വിദഗ്ധൻ എഴുതി കൊടുത്ത മാറ്ററാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ എഴുതി കൊടുക്കാനും അതിനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ ആ മന്ത്രി ഉറപ്പായി എന്താ പറയുക?
നമ്മൾ ഭീകരരോട് യുദ്ധം ചെയ്യാൻ ഭീകരരുടെ സഹോദരിയെ തന്നെ അയച്ചു, ഇങ്ങനെയേ പറയൂ. അങ്ങനെയാണ് മുസ്ലിം സ്ത്രീകളെ പറ്റിയുള്ള പുള്ളിയുടെ ചിന്താഗതി. ഇതാണ് ഉള്ളിൽ നിന്ന് വരുന്ന ശരിക്കുള്ളത്. വയല് പറയുന്ന മുസ്ലിം പണ്ഡിതന്മാരുണ്ടല്ലോ, അവരും ഇതിന് സമാനമായ ചിന്താഗതി തന്നെയാണ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. കുടുംബത്ത് ബിരിയാണിയൊക്കെ വെക്കേണ്ട ഇവളുമാരൊക്കെ എന്തിനാ നരകത്തിൻ്റെ വിറകും കൊള്ളിയാവാൻ നടക്കുന്നത്? കടുത്ത ശത്രുതയുള്ള രണ്ട് മതങ്ങൾ, പക്ഷെ സ്ത്രീകളെ കാണുന്നത് പഴയ രീതിയിൽ തന്നെ. ഭീകരരുടെ സഹോദരി എന്ന ആ ചിന്ത ഇത് ഒരാളുടെ മാത്രം കാര്യമൊന്നുമല്ല, പരിവാറിൻ്റെ ഏത് മന്ത്രിയുടെയും നേതാവിൻ്റെയും ഉള്ളിൽ കിടക്കുന്ന അവസ്ഥയാണ്. ഓരോ സെക്രട്ടേറിയറ്റിലെയും അല്ലെങ്കിൽ ഓരോ മന്ത്രി വകുപ്പിലെ കാര്യാലയത്തിലെയും വിദഗ്ധർ മന്ത്രിക്ക് എഴുതി കൊടുക്കുകയാണെങ്കിൽ അത് അവർ വായിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പകരം സ്വന്തം കയ്യിൽ നിന്നിട്ട് പ്രസംഗിച്ചാൽ ഇതുപോലത്തെ മുത്തുമണികൾ അവരിൽ നിന്ന് വരും. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ചൗക്കിദാറിൻ്റെ പ്രസംഗങ്ങൾ നോക്കുക. ലോട്ട് ഓഫ് പ്രസംഗങ്ങൾ പുള്ളി നടത്തി. എഴുതി കൊടുക്കാനോ അത് വായിക്കാനോ ഉള്ള ഒഴിവ് കിട്ടിയില്ല. കയ്യിൽ നിന്ന് എടുത്ത് പൂശി. എന്താ അപ്പോൾ പുള്ളിയുടെ ഉള്ളിൽ നിന്ന് വന്നത്? ആ തേൻമൊഴികളിൽ ഒരു 5 എണ്ണം ഇപ്പോൾ വായിക്കാം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യത്തിൻ്റെ സമ്പത്ത് കൂടുതൽ കുട്ടികളുള്ളവർക്ക് വിതരണം ചെയ്യും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യത്തിൻ്റെ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ മംഗളസൂത്രവും സ്വർണവും പിടിച്ചെടുത്ത് കൂടുതൽ കുട്ടികളുള്ളവർക്ക് നൽകും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ക്രിക്കറ്റ് ടീമിനെ പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കും. പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് രാംലല്ലയെ വീണ്ടും കൂടാരത്തിലേക്ക് മാറ്റും. ഇതൊക്കെ കേൾക്കുന്നത് ഇന്ത്യക്കാർക്ക് നോർമലാണ്. ഇങ്ങനത്തെ 1-2 മുത്തുമണികൾ കുടുംബ ഗ്രൂപ്പിൽ ഇട്ടില്ലെങ്കിൽ ഉറക്കം വരാത്തവർ പോലുമുണ്ട്. അവരറിയുന്നില്ല ഇതൊരു അബ്നോർമൽ ചിന്താരീതിയാണെന്ന്. ഈ വെറുപ്പിക്കൽ ചിന്താരീതി കേരളീയ സമൂഹത്തിൽ ആധിപത്യം പുലർത്തുന്ന ഒരു മഹത്തായ ചിന്താരീതിയാക്കി മാറ്റിയെടുക്കാൻ സംഘപരിവാരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ ഇവർ വേടനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നും തോന്നില്ല. ഇനി നമുക്ക് 5ാമത്തെ ഒരു ഊഹം കൂടി അങ്ങ് നടത്തിക്കളയാം. വേടൻ ജാതി പറയുന്നത് കൊണ്ടാണോ ഇവരെല്ലാം കൂടി എതിർക്കുന്നത്? 2 മാസങ്ങൾക്ക് മുമ്പ് ബാലു എന്ന ഈഴവന് ഇരിഞ്ഞാലക്കുട ക്ഷേത്രത്തിൽ കഴകക്കാരനായി ജോലി കിട്ടി. അവിടുത്തെ ബ്രാഹ്മണ സമൂഹം അയാളോട് സഹകരിച്ചില്ല. അതിനാൽ ബാലുവിന് അവിടെ നിന്ന് ജോലി രാജിവെച്ച് പോകേണ്ടി വന്നു. ശശികല ടീച്ചറോ മേൽ പറഞ്ഞവരോ ഇതിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല. വേടനെ കഞ്ചാവോളി എന്ന് വിളിച്ച ടീച്ചർ ബാലുവിനോട് വിവേചനം കാണിച്ചവരെ ജാതിയോളികൾ എന്ന് വിളിച്ചില്ല. ദളിതനെ ആക്ഷേപിക്കാൻ മാത്രം വായ തുറക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഹിന്ദു ഐക്യവേദിയാണോ ടീച്ചർ കൊണ്ടു നടക്കുന്നത്? ജാതിയുടെ പേരിലുള്ള വിവേചനത്തെപ്പറ്റി ആര് പരാതി പറഞ്ഞാലും പരിവാരൻ ടീമിന് ചൊറിച്ചിൽ വരും. ഇവർ ജാതി പറഞ്ഞ് ഇല്ലാത്ത ജാതി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ് സ്ഥിരം മുറവിളി. എന്നാൽ ആദ്യം ആരാ ജാതിയുടെ പേരിൽ കുന്നായ്മ കാണിക്കുന്നത്? ഇവർ വിവേചനം കാട്ടുമ്പോഴല്ലേ ഇരകൾക്ക് ജാതി പറയേണ്ടി വരുന്നത്. ഉദാഹരണത്തിന് ഈഴവ സമുദായക്കാരനായ ബാലുവിൻ്റെ കാര്യം തന്നെ എടുക്കുക. പരീക്ഷ എഴുതി കിട്ടിയതാണ് ബാലുവിന് ഇരിഞ്ഞാലക്കുട അമ്പലത്തിലെ കഴകൻ ജോലി. ആ പണി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയത് അമ്പലത്തിലെ ബ്രാഹ്മണാദികളാണ്. ജാതിയുടെ പേരിൽ ബാലുവിനെ വിവേചിച്ചു കണ്ടു. അവിടെ മുതലാണ് പ്രശ്നത്തിൻ്റെ തുടക്കം കിടക്കുന്നത്. ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബാലുവിന് അവിടെ നിന്ന് പോകേണ്ടി വന്നപ്പോഴാണ് ജാതി വിവേചനമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് പറയേണ്ടി വന്നത്. അപ്പോൾ ആരാണ് ഇവിടെ ആദ്യം ജാതി പറഞ്ഞത്? ജാതി വെച്ച് പ്രവർത്തിച്ചവരാരാണ്? വിവേചനം കാണിച്ചവരാണോ അതിൽ പ്രതിഷേധിച്ചവരാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ബിന്ദു എന്ന സ്ത്രീക്ക് കേരള പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്ന പീഡനം, അതിനെപ്പറ്റി നമ്മളൊന്ന് നോക്കുക. എല്ലായിടത്തും അത് വാർത്തയായിരുന്നു. എല്ലാ ഹിന്ദുത്വ ഹാൻഡിലുകളും ഇത് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. പക്ഷെ അതിനെപ്പറ്റിയൊന്നും വീഡിയോ ചെയ്യാൻ ജനൻ ടി വിക്കും ABC മലയാളത്തിനും വക്കീലിനും, അതായത് ജയശങ്കർ വക്കീലിനും തീരെ നേരമില്ല. ദളിതൻ പീഡനം അനുഭവിച്ചാൽ പരിവാരത്തിനത് നോർമൽ ആണ്. ദളിതൻ ഷൈൻ ചെയ്താൽ അത് മെക്കെട്ട് കയറാനുള്ള ഒരു കാരണമാണ്. എന്നിട്ടും മുദ്രാവാക്യത്തിന് ഒരു കുഴപ്പവുമില്ല. നായാടി മുതൽ നമ്പൂരി വരെ. എന്തിനായി മുദ്രാവാക്യം? ഇലക്ഷൻ ജയിക്കാൻ എല്ലാ ജാതിക്കാരൻ്റെയും വോട്ട് വേണം. ഇലക്ഷൻ ജയിച്ച് കഴിഞ്ഞാലോ കഞ്ചാവോളികൾ, എന്ത് ചെയ്തു കൊടുത്താലും നന്നാകാത്തവർ. അപ്പം ഇനി അടുത്തൊരു ഊഹത്തിലേക്ക് കടക്കാം.
ആറാമത്തെ ഊഹം, വേടൻ്റെ പാട്ടിലെ വരികളാണ് പ്രശ്നം. ശരിയാണ്, വേടൻ വരുന്നത് വരെ ഇവിടെ മ്യൂസിക് ബാൻഡുകൾ പലതും ഉണ്ടായിരുന്നു. അവരൊക്കെ അധികവും പാടിയ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അയല, വറ്റ, ചോര, കാരി, കണവ, കടു, കൂരി, കരിമീൻ, ഇതൊക്കെ ആയിരുന്നു അവർ പാടിയിരുന്നത്. ആർക്കും ഒരു കുഴപ്പവും അവരുണ്ടാക്കിയില്ല, ആരെയും അത് രോഷം കൊള്ളിച്ചുമില്ല. എന്നാൽ വേടൻ്റെ വരികളിൽ രാഷ്ട്രീയം കയറി വന്നു. അത് സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയവുമായി എതിര് നിന്നു. അടിമയ്ക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ, വാളെടുത്തവൻ്റെ കയ്യിലാണ് നാടുവാദി, മോദി കപട ദേശവാദി എന്നൊക്കെയുള്ള വരികളാണ് പരിവാരത്തെ ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. മോദിയെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വേടനെതിരെ പുതിയ കേസ് വന്നിട്ടുള്ളത്. മോദിയെ കപട ദേശീയവാദി എന്ന് വിളിച്ചു എന്നതാണ് പ്രധാന ആരോപണം. ഈ സംഘപരിവാരം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ പാകിസ്ഥാൻ ചാരൻ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മോദിയെ ചുറ്റുന്ന ഒരു CPI ഗ്രഹം അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് നിഷാം എ പാകിസ്ഥാൻ എന്ന പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ബഹുമതി രാഹുലിന് കൊടുക്കണം എന്നാണ്. ഇതൊന്നും ആക്ഷേപമല്ലേ? ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഉള്ളതാണ്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വരും. നാട്ടുകാരുടെ നികുതി പണം കൊണ്ട് ജീവിക്കുന്നവർ അത് സഹിച്ചേ മതിയാവും. അതിപ്പോൾ പ്രധാനമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും. എന്തായിരുന്നു ടീച്ചറുടെ ഈ വേടനെ പറ്റിയുള്ള പദപ്രയോഗം? നമ്മൾ കേട്ടു, കഞ്ചാവോളി. ജനൻ TV എന്താണ് റിപ്പോർട്ട് ചെയ്തത്? പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ച വേടൻ. NR മധു എന്താണ് പറഞ്ഞത്? വേടൻ ജിഹാദികളുടെ ഉപകരണം. ABC മലയാളത്തിൽ രാമചന്ദ്രൻ സാറും വടയാർ സുനിലും കൂടി എന്താ ചർച്ച ചെയ്തത്? വേടൻ്റെ പിന്നിൽ ആരാണ് എന്ന മാറ്റർ. ഇതൊക്കെ വേടനെ ആക്രമിക്കുന്നതിനുള്ള ആഭ്യന്തര കാരണങ്ങൾ മാത്രമാണ്. മറ്റൊരു കാരണം അത് വിദേശമാണ്. പലസ്തീൻ ഐക്യദാർഢ്യമാണ്. അതാണ് വേടൻ്റെ വിദേശ നയം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഊഹത്തിലേക്ക് എത്തുകയാണ്. വേടൻ്റെ വിദേശ നയമാണോ ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൻ്റെ കാരണം? പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം മുസ്ലിമിനോടുള്ള ഐക്യദാർഢ്യമായിട്ടാണ് സംഘപരിവാരം കാണുന്നത്. സോ വേടൻ എതിർക്കപ്പെടേണ്ടവൻ തന്നെ. അതാണ് അവരുടെ ഒരു ന്യായം. രണ്ട് വിദേശ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഏത് വശത്ത് നിൽക്കാനും ഒരു ഇന്ത്യക്കാരന് സ്വാതന്ത്ര്യമുണ്ട്. ന്യൂട്രൽ അടിച്ചു നിൽക്കാം. വേടൻ്റെ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നു എന്ന് കരുതിയാൽ പോരെ? ഇവിടെ എത്രയോ ലക്ഷം ആളുകൾ ഒക്ടോബർ 7 അത്യാവശ്യമായിരുന്നു എന്ന് കരുതുന്നവരാണ്. 2000 പേരെ തട്ടിക്കൊണ്ടുപോയതും സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തതും കൂട്ടക്കൊലകൾ നടത്തിയതും അതിൻ്റെ പേരിൽ മിഠായി വിതരണം നടത്തിയതും ഒക്കെ നല്ല കാര്യമായിരുന്നു എന്നും മനസ്സിൽ കരുതുന്ന ഒരുപാട് പേർ ഇവിടെയുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ തിരിച്ചടി കിട്ടിയപ്പോൾ ആ തിരിച്ചടിയാണ് ഏറ്റവും വലിയ അപരാധം. ഒക്ടോബർ 7 അല്ല എന്ന് കരുതുന്നവരാണ് ഇവരൊക്കെ. മനുഷ്യരെ കാണാതെ രാഷ്ട്രീയം മാത്രം കാണുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇരുവശത്തും പൊലിയുന്ന ജീവനുകൾ കാണാൻ കണ്ണില്ല എന്ന് മാത്രമേ നമ്മൾ ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടതുള്ളൂ. പാലസ്തീൻ വിഷയത്തിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് പേർ ചെയ്യുന്ന അതേ തെറ്റ് തന്നെയാണ് വേടനും ചെയ്യുന്നത്. ഒരു തരി പോലും കൂടുതലല്ല. അതിനാൽ ഇക്കാര്യം പറഞ്ഞു വേടനെ എതിർക്കുന്നതിൽ ഒരു കഥയുമില്ല. അപ്പോൾ നമ്മളൊരു മാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്ന സ്ഥിതിക്ക് ഈ വളഞ്ഞിട്ടാക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇങ്ങനെ നമുക്ക് സംഗ്രഹിക്കാം. 1, സംഘപരിവാരത്തിൻ്റെ പുതിയ ദൈവമായ മോദിജിയെ കപട ദേശീയവാദി എന്ന് വേടൻ വിളിച്ചു. 2, ജാതി വിവേചനത്തെ സൂചിപ്പിക്കുന്ന വരികൾ വേടൻ എഴുതി ചേർത്തു. 3, കുലത്തൊഴിൽ മറന്ന് വേല ചെയ്തു. 4, പാലസ്തീനെ സപ്പോർട്ട് ചെയ്തു. ഭയങ്കരമായ 4 തെറ്റുകൾ, ആരും ഇതുവരെ ചെയ്യാത്തത്. എൻ്റെ അമ്മു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.